ഐസ്ക്രീം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൈറലായ രാജ്ഭോഗ് ഐസ്ക്രീമാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടാവും ഭയങ്കര ടേസ്റ്റ് വെക്കും. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു പുഡിങ്ങിൻ്റെ ടൈപ്പിൽ വേണമെങ്കിൽ ആക്കാം, ഐസ്ക്രീം പോലെ നല്ല ഫ്രീസ് ആക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഒരു പാൻ എടുക്കുക, അതിലേക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിൽക്ക് റസ്ക് ഒരു 10 ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 1/2 കപ്പ് ആൽമണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 1/2 കപ്പ് കാഷ്യൂ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഷുഗർ നല്ലോണം വേണമെങ്കിൽ നല്ലോണം ഇടാം, കുറവ് വേണമെങ്കിൽ കുറവിടാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഷുഗർ എടുത്തിന്. പിന്നെ ഒരു 4-5 ഏലക്കായി അതെടുത്തിന്. എന്നിട്ട് ഇത് നല്ല വാങ്ങിൽ മിക്സ് ആക്കുക. എന്നിട്ടായിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടായിട്ട് അത് നല്ല വാങ്ങിൽ ഇങ്ങനെ കുക്കാക്കിയിട്ട് എടുക്കുക. അത് നല്ല ഡ്രൈ ആവും. ഈ പാലെല്ലാം ഈ റസ്കിലേക്ക് ഇതായിട്ട് നല്ല സോക്കായിട്ടാകുമ്പോൾ അതിങ്ങനെ നല്ല കുറച്ചിങ്ങനെ കട്ടിയാവും. ആ സമയത്ത് ഇത് എടുത്തിട്ട് മാറ്റിയേക്കുക. എന്നിട്ട് അത് തണിഞ്ഞിട്ടാകുമ്പോൾ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ടായിട്ട് നല്ല വാങ്ങിൽ അത് അടിച്ചിട്ടെടുക്കുക. നല്ല ഇങ്ങനെ പേസ്റ്റ് പോലെ ആവും. അത് നമുക്കൊരു സ്റ്റോറേജ് ബോക്സോ അല്ലെങ്കിൽ ബൗളോ അതായിട്ട് എടുത്തിട്ട് അതിലേക്ക് കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മോള് റാപ്പ് വെക്കാവേ, അപ്പം നല്ല കറക്റ്റ് ആകാൻ വേണ്ടി റാപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചിട്ടാണ്. എന്നിട്ട് അതിനെ ഓവർനൈറ്റ് ഫ്രീസ് ആക്കാൻ വെച്ചിട്ട് എടുക്കുക. എന്നിട്ടാകുമ്പോൾ നല്ല സോഫ്റ്റ് ഐസ്ക്രീം ആയിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പുഡിങ് പോലെയും സെർവ് ആക്കാം. ഞാനത് ഐസ്ക്രീം ആയിട്ട് തന്നെ എടുത്താൽ ഓവർനൈറ്റ് വെച്ചാൽ നല്ല ഐസ്ക്രീം ആയിട്ട് കിട്ടും. ഞാൻ ഓവർനൈറ്റ് വെച്ചത് കുറച്ച് നല്ലോണം പോയി. ഞാൻ അന്ന് എടുത്തിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് കാരണം പിറ്റേ ദിവസം എടുത്താൽ അപ്പോഴേക്ക് ഇത് കുറച്ച് നല്ലോണം ഹാർഡായി. കുറച്ചൊന്ന് റെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് എടുത്താൽ കറക്റ്റ് ഐസ്ക്രീമാവും. നല്ല അടിപൊളി ഐസ്ക്രീം. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിയിട്ട് നോക്കണതാണ്. ഫുള്ളല്ല ഇങ്ങനെ കരിയുമ്പോൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.